നമസ്കാരം. കോട്ടയത്ത് പ്രമുഖ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പ്രതിയെ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ CCTV ക്യാമറകളുടെ DVR ഈ പ്രതി മോഷ്ടിച്ചിരുന്നു. അതിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കൊലപാതകം നടത്തിയ വീടിൻ്റെ തൊട്ട് സമീപം 300 മീറ്റർ ദൂരം മാറി ഒരു പുഴയിലാണ്, തോട്ടിലേക്കാണ് DVR വലിച്ചെറിഞ്ഞത്. അത് പ്രതിയുമായി വന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തുകയായിരുന്നു. പ്രതി കാണിച്ചു നൽകിയ സ്ഥലത്ത് പാലത്തിൻ്റെ ഒരു താഴെ വശത്താണ് അവിടെ കാണിച്ചു നൽകുകയും അവിടെ ആണ് ഇപ്പോൾ രണ്ടുപേർ നാട്ടുകാരായ 2 ചെറുപ്പക്കാർ ഇറങ്ങി DVR കണ്ടെത്തുകയുമാണ്. ഇത് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവെന്ന് ആണ് ഈ DVR. ഈ പ്രതി എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വലിയൊരു വീട്ടിലേക്ക് കയറിയത് എന്നതടക്കമുള്ള കാരണങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് തെളിവ് ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായ തെളിവ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അസം സ്വദേശിയായ അമിത് ഒറങ് എന്ന പ്രതിയെ തൃശ്ശൂർ മാളയിൽ നിന്നാണ് പിടിയിലായത്. അയാളുടെ സഹോദരനൊപ്പമാണ് മാളയിൽ താമസിച്ചിരുന്നത്. കോട്ടയം പോലീസ് സംഘം എത്തി പിടികൂടുകയും ഇപ്പോൾ കോട്ടയത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയുമാണ്. ആദ്യം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സംഭവം നടന്ന തിരുവാതുക്കൽ വിജയകുമാറിൻ്റെയും മീരയുടെയും വീട്ടിലേക്ക് എത്തിച്ചത്. ആദ്യം വീട്ടിൽ കയറാതെ ഇപ്പോൾ ഈ DVR കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് ആദ്യം തന്നെ നടത്തിയത്. അതിപ്പോൾ ശ്രമം തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഈ തോട്ടിൽ നിന്നും DVR കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ അമിത് ഒറാങ് ആണ് ഈ കേസിലെ പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു. പിന്നീട് കൊലയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഒരു മഴുവിൽ നിന്നും വിരൽ അടയാളം കണ്ടെത്തുകയും ഇത് അസം സ്വദേശിയായ അമിത് ഒറാങ്ങിൻ്റെ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇയാളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസ് നടത്തി. ഈ 10ഓളം മൊബൈൽ ഫോൺ സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അമിത്. എന്നാൽ ഇയാളുടെ ഈ ഫോണുകളൊക്കെ മൊബൈൽ സിം കാർഡുകളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ ഈ വീട്ടിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ മോഷണം പോയി. ഈ മോഷണം പോയ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാളുടെ കയ്യിൽ ഓപ്പൺ ആയിരിക്കുന്ന വിജയകുമാറൊക്കെ ഉപയോഗിക്കുന്ന ഈ മൊബൈലിൻ്റെ സിഗ്നൽ ലഭിക്കുന്നത് തൃശ്ശൂർ മാള ഭാഗത്തായിരുന്നു. അവിടേക്ക് പോലീസ് സംഘം എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. ഇയാൾക്കൊപ്പം തന്നെ ഇയാളുടെ സഹോദരൻ ഒപ്പമുണ്ടായിരുന്ന 2 സ്ത്രീകളെയും പോലീസ് കരുതൽ തടങ്കലിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരും ഈ കേസിൽ പങ്കാളികളാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. അങ്ങനെയെങ്കിൽ ഇവരെയും കൂടി ഈ കേസിലേക്ക് പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ കേസ് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയും പ്രമുഖ വ്യവസായിയുമായ തിരുവാതുക്കൽ ശ്രീവത്സം വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് അതിദാരുണമായി പ്രതി കൊലപ്പെടുത്തിയത്. വീട്ടിനുള്ളിൽ കടന്ന് അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു. മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി മുഖം മുഴുവൻ വികൃതമാക്കുന്ന രീതിയിൽ ഒരു കൊലപാതകമായിരുന്നു. വിവസ്ത്രയായ മീര എന്ന വയോധികയെ കാണപ്പെടുന്ന മുറിക്കുള്ളിൽ കിടപ്പുമുറിയിലാണ് കണ്ടെത്തിയത്. പോലീസ് ഇന്നലെ പഴുതെടുത്തിട്ടുള്ള ഒരു പരിശോധനകളാണ് പോലീസ് ഇന്നലെ നടത്തിയത്. ആ സാഹചര്യത്തിൽ ഈ പ്രതിയെ ആണ് പോലീസ് സംശയിച്ചിരുന്നത്. ഇയാൾ ഇവിടെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ വിജയകുമാറിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ജോലിയിൽ നിന്നും ഇയാളെ പിരിച്ചുവിടുകയും പിന്നീട് ഇയാൾ ഈ വീട്ടിൽ തന്നെ രാത്രിയിൽ കയറി മൊബൈൽ ഫോൺ ഐഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ഈ ഐഫോണിൻ്റെ നമ്പർ ഉപയോഗിച്ച് അതിനുള്ള അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് പണം അപഹരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവളുടെ കേസിൽ അയാൾ ജയിലിലാവുകയും ചെയ്തു. ഈ കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് ഈ അമിത് ഒറാങ് ജയിലിന് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ഇയാൾ കോട്ടയത്ത് തന്നെ താമസിക്കുകയായിരുന്നു. കോട്ടയത്ത് ഒരു ലോഡ്ജ് എടുത്ത് അവിടെ തങ്ങുകയും ഇന്നലെ ഈ കൊലപാതകം നടക്കുന്ന അന്ന് രാത്രിയിൽ ഇവിടെ വരികയും ഒക്കെ ചെയ്തിരുന്നു. നമ്മളോട് തന്നെ നാട്ടുകാർ ഒക്കെ പറഞ്ഞിരുന്നു. ഇയാളെ പല സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ തന്നെയാണ് ഇപ്പോൾ കൊല നടത്തിയിരിക്കുന്നതെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. രാത്രിയിൽ CCTV ക്യാമറ ഉൾപ്പെടെ DVR ഉൾപ്പെടെ മോഷ്ടിച്ചുകൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന വളർത്തു നായ്ക്കളെ മയക്കിക്കെടുത്തിയാണ് അയാൾ ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കേസിൻ്റെ നിർണായകമായ ഇപ്പോൾ DVR കണ്ടെത്തുന്നത് അതിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി കൂടുതൽ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് പരിധിയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ സംഭവം നടന്നത്. പോലീസ് കോട്ടയം DYSPയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ കേസിലെ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടി കേസിൻ്റെ നിർണായകമായ CCTVയുടെ DVR കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.